Hi and welcome to Exampoint live classes. അപ്പോൾ നമ്മൾ ഇന്ന് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ മാസ്റ്റർ റിവിഷൻ ക്ലാസ്സസിലാണ് നമ്മൾ ഇന്ന് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോർഡ് എക്സാമിന് ആവശ്യമായിട്ടുള്ള +2 ആവശ്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും മിസ് ഇന്ന് ഈ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തോരം ചാപ്റ്റേഴ്സ് ഈ +2 ബിസിനസ് സ്റ്റഡീസിൽ ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ചാപ്റ്റർ 1 തുടങ്ങി 13 വരെയാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഉള്ളത്. അപ്പോൾ മിസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ബിഫോർ ജമ്പിങ് ഡയറക്ട്ലി ഇൻ ടു ദ ടോപ്പിക്, ആദ്യം തന്നെ നിങ്ങൾ അറിയണം ഒരു എക്സാമിന് നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഹൗ മച്ച് ദ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, മാക്സിമം 80 മാർക്സ് ആണ്. ടോട്ടൽ ഓഫ് 80 മാർക്സ് ആണ് ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര മണിക്കൂർ സമയം തരുന്നുണ്ട്? നമുക്ക് 2.5 മണിക്കൂർ സമയം തരുന്നുണ്ട്. ഈ 2.5 hours 15 minutes എന്ന് പറയുന്നത് എത്രയാണ്? 15 minutes എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. എത്രയാണ്? കൂൾ ഓഫ് ടൈം. അപ്പോൾ 15 minutes എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ് അല്ലേ. അപ്പോൾ ഈ വാട്ട് ഈസ് കൂൾ ഓഫ് ടൈം? ഈ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അത് കഴിഞ്ഞിട്ട് 15 minutes അഥവാ 15 മിനിറ്റിന് ശേഷമാണ് നമുക്ക് ആൻസർ പേപ്പർ തരുന്നത്. അപ്പോൾ ഈ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യാനും നമ്മൾ പഠിച്ചതെല്ലാം റീകോൾ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ എല്ലാ പിള്ളേരും എന്ത് ചെയ്യണം? ഈ കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ഒരു തിയറി പേപ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ഷോർട്ട് കട്ട്സും ആബ്രിവേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഷോർട്ട് കട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം? ഈ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എല്ലാം സൈഡിൽ നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസേഴ്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ഒരു പോയിൻറ്റ്സും വിടാണ്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും മറക്കാണ്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. എന്തായിരുന്നു? ഫൈൻഡ് ദ ഓഡ് വൺ. അപ്പോൾ നിങ്ങൾക്ക് മിസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ആൻസേഴ്സും പറഞ്ഞു പോവും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യാം? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും ഹായ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും മിസ്സിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ഡൗട്ട് ഉള്ളപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഡൗട്ട് ചോദിച്ചാൽ മതി. മിസ് എന്ത് ചെയ്തേക്കാം? ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഹായ് സാനിയ, ഹായ് ഷിൽട്ടൻ, ഹായ് യൂനിസ്, ഹായ് ഹരിത. അപ്പോൾ എല്ലാവർക്കും ഹായ്. എല്ലാവരുടെയും പേര് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം? നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. അപ്പോൾ അതിൽ ഓപ്ഷൻ എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഓപ്ഷൻ ബി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ഓപ്ഷൻ സി ചെയർമാൻ ആൻഡ് ഓപ്ഷൻ ഡി സൂപ്പർവൈസർ. അപ്പോൾ ഇതിൽ ഓഡ് വൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സൂപ്പർവൈസറാണ്. ആരാണ്? ഓപ്ഷൻ ഡി സൂപ്പർവൈസർ. അപ്പോൾ ബാക്കിയുള്ളവരെന്ന് പറയുന്നത് എന്തെന്നാണ്? നമ്മുടെ MD അഥവാ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിൽ പെടുന്നതാണ്. പക്ഷേ സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്തെന്നാ? ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ താഴത്തെ തട്ടിലാണ് അവർ സൂപ്പർവൈസർ ബിലോങ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? It seeks to determine the amount and frequency of rest intervals in completing a task. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ക്വസ്റ്റ്യനും ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഭയങ്കര ഈസി പേപ്പറാണ്. അപ്പോൾ ആരും നമ്മളെന്താ വാട്ട് ഇസ് പ്ലാനിങ് അല്ലെങ്കിൽ വാട്ട് ഇസ് കൺട്രോളിങ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. സ്പെഷ്യലി +2 ബിസിനസ് സ്റ്റഡീസിൽ അവരെന്തായിരിക്കും? അവർ ആ ഡെഫിനിഷൻ ചോദിച്ചിട്ട് വാട്ട് ഇറ്റ് ഈസ്
എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ക്ലാരിറ്റിയോടെ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്തോരം റെസ്റ്റ് ഇൻ്റർവെൽസ് വേണം, അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മോഷൻ സ്റ്റഡി, ഓപ്ഷൻ ബി ടൈം സ്റ്റഡി, ഓപ്ഷൻ ബി ഫാറ്റിക് സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ഡി മെത്തേഡ് സ്റ്റഡി. അപ്പോൾ ഒരു ജോലി ചെയ്യാൻ എന്തോരം റെസ്റ്റ് ഇൻ്റർവെൽസ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തെന്നായിരുന്നു? ഓപ്ഷൻ ബി ഫാറ്റിക് സ്റ്റഡിയാണ്. എന്തെന്നായിരുന്നു? ഓപ്ഷൻ ബി ഫാറ്റിക് സ്റ്റഡി. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മാനേജേഴ്സ് പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. അപ്പോൾ മാനേജർ പ്ലാൻ ചെയ്യുന്നത് സർട്ടൻ അസംഷൻസിൻ്റെ ബേസിസിലാണ്. എന്തെന്നായിരുന്നു? സർട്ടൻ അസംഷൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ദേ ആർ ഡിനോട്ടഡ് ബൈ വാട്ട് ആർ ദീസ് അസംഷൻസ് കോൾഡ് ആസ്? അപ്പോൾ ഓപ്ഷൻ എ planning premises, option B, option C, follow-up action, option B, alternatives and option D, implementing. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്തെന്നായിരുന്നു? ഓപ്ഷൻ എ പ്ലാനിങ് പ്രെമിസസ് ആണ്. ഓക്കെ, അപ്പോൾ മാനേജറിൻ്റെ പ്ലാൻ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ അസംഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? നമ്മുടെ പ്ലാനിങ് പ്രെമിസസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ശ്രീ, ഹായ് ശ്രീ. ഹായ് സെറീന, ഹലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ടു ടേക്ക് ആക്ഷൻ. ഒരു ഇൻഡിവിജ്വലിന് എന്തെന്നായിരുന്നു? ടു ഗീവ് ഓർഡേഴ്സ്, അയാൾക്ക് ഓർഡേഴ്സ് കൊടുക്കാനും ആക്ഷൻസ് എടുക്കാനുള്ള ആ അവകാശത്തിനെ എന്തെന്നാണ് വിളിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്തെന്നായിരുന്നു? ഓപ്ഷൻ എ റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ ബി അക്കൗണ്ടബിലിറ്റി, ഓപ്ഷൻ സി അതോറിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ഡീസെൻട്രലൈസേഷൻ. അപ്പം ഒരു സുപ്പീരിയറിന് എടുക്കാൻ പറ്റാവുന്ന ഓർഡറും അല്ലെങ്കിൽ ടേക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? അതിനെ അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഈ അതോറിറ്റി ആർക്കേ ഉണ്ടാവുള്ളൂ? സുപ്പീരിയേഴ്സിനായിരിക്കും അവരുടെ സബോർഡിനേറ്റ്സിന് മുകളിൽ എന്തുണ്ടാവുക? അതോറിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ് ഓർ എ ഫങ്ഷൻ. ഒരു ജോബിന് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള എന്തെന്നായിരുന്നു? പോസിബിൾ കാൻഡിഡേറ്റ്സ്, അതായത് ഒരു ജോബിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്നതിനെ എന്തെന്നാണ് വിളിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതെന്തായിരുന്നു? ഓപ്ഷൻ എ ട്രെയിനിങ്, ഓപ്ഷൻ ബി റിക്രൂട്ട്മെൻറ്റ്, ഓപ്ഷൻ സി സെലക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി പ്രൊമോഷൻ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ എന്തെന്നായിരുന്നു? ഓപ്ഷൻ ബി റിക്രൂട്ട്മെൻ്റ് ആണ്. എന്തായിരുന്നു? ഓപ്ഷൻ ബി റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലേ, എസ്പെഷ്യലി തൊഴിൽ വീതിയിലൊക്കെ കാണാറുണ്ട് ഇന്ന ജോബിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ബാങ്കിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ വാട്ട് ഈസ് റിക്രൂട്ടിങ്? ആ പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായിട്ടുള്ള ആളെ സെർച്ച് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സിക്സ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ്. എന്തെന്നായിരുന്നു? നമ്മൾ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുന്നതെന്നാണ്. ഓക്കെ, മെസ്സേജിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് ആക്കുന്നതിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഫീഡ്ബാക്ക്, ഓപ്ഷൻ സി ഡീകോഡിംഗ്, ഓപ്ഷൻ ബി എൻകോഡിംഗ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഓപ്ഷൻ ഡി മെസ്സേജ്. അപ്പോൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ ബി എൻകോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്തായിരുന്നു? ഓപ്ഷൻ ബി എൻകോഡിംഗ്. ഓക്കെ, ഇനി നമ്മുടെ സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മുടെ എന്തെന്നാ MCQ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തെന്നാണ് ഈസിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും പഠിച്ചിട്ട് നമ്മുടെ എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്
only significant deviations which go beyond the permissible limit should be brought into the notice of management. അപ്പോൾ എന്തെന്നായിരുന്നു significant deviations മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ നോട്ടീസിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? മിസ് പറഞ്ഞുതരാം. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഹയർ അതോറിറ്റീസ് അഥവാ മാനേജ്മെൻറ്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ലോവർ ഡിവിഷൻ ക്ലർക്സിനും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനും തന്നെ സോൾവ് ചെയ്ത് പോകാം. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മാനേജ്മെൻറ്റിനെ അറിയിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യണ ആ സിറ്റുവേഷൻ എന്ത് പേര് വിളിക്കും എന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി control by exception, option B measuring performance and option D critical point control. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആരറിയിക്കുന്നില്ല, മാനേജ്മെൻറ്റിനെ നമ്മൾ മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്തോട്ട് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൺട്രോൾ ബൈ എക്സെപ്ഷൻ. എന്തെന്നായിരുന്നു, കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് തിരിച്ചും മറിച്ചും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, which one of the following does not affect financing decision? ഇനി താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഫിനാൻസിങ് ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ കോസ്റ്റ്, ഓപ്ഷൻ ബി റിസ്ക്, ഓപ്ഷൻ സി ബഡ്ജറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബഡ്ജറ്റാണ്. അപ്പോൾ ബഡ്ജറ്റ് മാത്രമാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഫിനാൻസിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ? എന്തെന്നാണ് ഫിനാൻസിങ് ഡിസിഷൻ ആരെടുക്കുന്നത്? ഒരു ഫിനാൻസിങ് ഡിസിഷൻ ഫിനാൻസ് മാനേജറാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻസിങ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് 9th ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? അഡ്വർടൈസിങ് ഫാൾസ് അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്? അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് മിക്സിലെ ഏത് എലമെൻറ്റിലാണ് പെടുന്നത്? അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 4 P's ഓഫ് മാർക്കറ്റിംഗ് അല്ലേ? ഏതൊക്കെയാണ്? 4 P's ഓഫ് മാർക്കറ്റിംഗ്. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെയായിരുന്നു? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ആണ് നമ്മുടെ 4 P's ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്ര വളരെ സിമ്പിളാണ്. അഡ്വർടൈസിങ് ഇതിൽ ഏത് പിയിലാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പ്ലേസ്, ഓപ്ഷൻ സി പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി പ്രൈസ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൊമോഷൻ. വളരെ ഈസി ആണല്ലേ? അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ആണ് ഇസ് എ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അപെക്സ് ബോഡി ഓഫ് റിഡ്രസൽ ഏജൻസി കംസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986? അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്ന റിഡ്രസൽ ഏജൻസി, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏജൻസി ഈ താഴെ പറയുന്നതിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ അതേതാണ്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് ഫോറം, ഓപ്ഷൻ സി നാഷണൽ കമ്മീഷൻ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈക്കോർട്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി നാഷണൽ കമ്മീഷൻ ആണ്. എന്തായിരുന്നു? ഓപ്ഷൻ സി നാഷണൽ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഈ എം സി ക്യൂസ് എന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഒന്നും ഡയറക്റ്റ്ലി വാട്ട് ഇസ് പ്ലാനിങ് അല്ലെങ്കിൽ വാട്ട് ഇസ് കൺട്രോളിങ് അല്ലെങ്കിൽ വാട്ട് ഇസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. അവരെന്താ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് 2 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് വേണം റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഹറിബറിയിൽ എന്ത് ചെയ്യരുത്, തെറ്റ് ആൻസർ ചൂസ് ചെയ്യരുത്. കേട്ടല്ലോ? അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ
കംപ്ലീറ്റ് ദ ചാർട്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞേ, മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, എന്തായിരുന്നു സോഷ്യൽ ഒബ്ജക്റ്റീവ്, ആൻഡ് മൂന്നാമത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. എന്തായിരുന്നു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇത് പഠിച്ചാൽ മാത്രം പോരാ. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, വാട്ട് ഈസ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ആൻഡ് വാട്ട് ഈസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്നും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇത് ഈ ഒരു കോളംസ് ഫില്ല് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു തംസപ്പ് തരാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചോദിക്കുക, മിസ് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ 12th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് അഥവാ BE? ഇറ്റ് ഈസ് ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ബിസിനസ് എക്സിസ്റ്റ്. ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്ന സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ്, ഇനിയുള്ളതാണ് നമ്മുടെ എന്താ പറയുക കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫോഴ്സസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫോഴ്സസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ മീനിങ് എന്ന് പറയുന്നത് തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ബിസിനസ്. അത് ബിസിനസ്സിൻ്റെ കീഴിലല്ല വരുന്നത്, അത് ബിസിനസ്സിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് business exists and it is the sum total of all individuals, institutions and other forces that are outside the control of a business. ബിസിനസ്സിൻ്റെ പുറത്ത് ആണ് ഇതിന് കൺട്രോൾ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് മേ എഫക്ട് ദ പെർഫോമൻസ്. അപ്പോൾ ഈവൻ ദോ ഇത് പുറത്താണ് നടക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ബിസിനസ്സിന് ഇത് സാരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ എഴുതാം. ഇപ്പോൾ മിസ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഡെഫിനേഷൻ എഴുതാം. പിന്നെ എഴുതാൻ പറ്റുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് എത്ര തരമുണ്ട്? 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എന്തൊക്കെയാണ്? ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് 2 തരത്തിലാണുള്ളത്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താ? അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? നമ്മുടെ ബിസിനസ്സിന് അതിൻ്റെ മേൽ കൺട്രോൾ ഉണ്ട്. ഓക്കെ ആയോ? അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് is not happening inside the organization, it is happening outside the organization. പുറത്തുള്ള ചില കാരണങ്ങൾ മൂലമാണ് എന്തെന്ന് നമ്മുടെ ഓർഗനൈസേഷൻ അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് വന്നു അല്ലേ. അപ്പോൾ കേരള ഫ്ലഡ് വന്നപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ ബിസിനസ്സിൻ്റെ ഒരു ഓണർ എന്ന നിലയ്ക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താ? അതൊരു എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്. അതൊരു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്ട് വന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എവിടെ കൊടുക്കാം? ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് BE അഥവാ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ്
എൻവയോൺമെൻറ്റ് എന്താണെന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ രണ്ട് സബ് ഡിവിഷനായ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെയും കുറിച്ച് എഴുതണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തതാണ് 13th question. എന്തായിരുന്നു 13th question? Plants can be classified into several types depending on the use and length of period. List them. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും നമ്മളുടെ അടുത്ത് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബിസിനസ് സ്റ്റഡീസിൽ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ, അവർ ഡയറക്റ്റ്ലി ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതിന് പകരം എന്താണ് ഒരു പാരഗ്രാഫ് വഴിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, കുട്ടികൾ അവരിത് വായിക്കില്ല, ടഫാണെന്ന് വിചാരിച്ച് they will be just skipping this question. So it's better you read it twice. 2 പ്രാവശ്യങ്ങളും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ അത് വളരെ സിമ്പിളാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗോൾ എന്താണ്, അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒന്നല്ലെങ്കിൽ അതായിട്ട് റിലേറ്റഡ് ആയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതാൻ നോക്കണം. ഓക്കെ, ഇനി 13th question. Plants can be classified into several types depending on the use and length of the period. List them. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Plants can be classified into several types based on the use and length of the period. അപ്പോൾ നമ്മൾ പ്ലാനുകളെ സെവറൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലാണ്, ഒന്ന് അതിൻ്റെ യൂസിൻ്റെ ബേസിസിലും പിന്നെ അതിൻ്റെ ലെങ്ത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ദർ ആർ 2 types of plants. എത്ര ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഉള്ളത്, 2 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണുള്ളത്. ഒന്ന് എന്തായിരുന്നു, സിംഗിൾ യൂസ് പ്ലാൻ, ആൻഡ് രണ്ടാമത്തത് സ്റ്റാൻഡിങ് പ്ലാൻ. എന്തായിരുന്നു, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻ. ഓക്കെ, സോ വാട്ട് ഈസ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് മിസ് പറഞ്ഞുതരാം. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പേര് പറയുന്ന പോലെ തന്നെ വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ, ഈ പ്ലാൻസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്നു, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൽ വരും, ഈ ഒരു സിംഗിൾ യൂസ് പ്ലാൻസിലാണ് വരുന്നത്. കാരണം എന്താ, ആ ഒരു ബ്രിഡ്ജിൽ പണിത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന, ആ ഒരു പ്ലാനും സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി സിംഗിൾ യൂസ് പ്ലാൻസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് നമ്മൾ ആ ഒരു പ്ലാൻ, ആ ഒരു പെർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നടന്നു കഴിയുമ്പോൾ നമ്മളത് നിർത്തി. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ, സ്റ്റാൻഡിങ് പ്ലാൻ. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്ലാൻ ആയിരിക്കും നമ്മൾ എല്ലാ എന്താ പറയുക സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്ലാൻ എന്നും അതിൻ്റെ ടൈപ്സ് ഓഫ് പ്ലാനും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിട്ട് പോകണം. ആൻഡ് ഓൾസോ സിംഗിൾ യൂസ് പ്ലാൻസിന് ഒരു 2 എക്സാമ്പിൾ പഠിച്ചു വെക്കാം, സ്റ്റാൻഡിങ് പ്ലാൻസിനും 2 എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അപ്പോൾ സിൻസ് ബിസിനസ് സ്റ്റഡീസ് ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് ഹൗ യു പ്രസൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണ് അത് ടീച്ചറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ മാർക്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14th question എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, എന്തെന്നായിരുന്നു, സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും ടേബിള് വരക്കണം. കാരണം അതിന് എക്സ്ട്രാ മാർക്സ് ഉണ്ട്, അല്ലാണ്ട് പാരഗ്രാഫ് വൈസ് എഴുതി പോകരുത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ മേക്ക് ഷുവർ യു ഡ്രോ എ ടേബിൾ ആൻഡ് ദെൻ ഗിവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. കാരണം അതാണ് കാണാനും ഭംഗി ആൻഡ് അതിനാണ് എപ്പോഴും മാർക്സും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് സെൻട്രലൈസേഷൻ അല്ലേ. അപ്പോൾ ആദ്യം അതിൻ്റെ മീനിങ് ആണ്, സെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താ അതിൻ്റെ അതോറിറ്റി എന്തെന്നായിരിക്കും, ടോപ്പ് ലെവലിലായിരിക്കും എല്ലാ അതോറിറ്റി ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പവർ സെൻട്രലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഡെസിഷനും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാ ഡെസിഷൻസും മേക്ക് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും,
ടോപ്പ് ലെവലിൽ നിന്നായിരിക്കും. ഓക്കെ, അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീസെൻട്രലൈസേഷൻ ആണെങ്കിലോ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പവർ എല്ലാം എന്താണ് ഹയർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ല ഡിസൈഡ് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഡെലിഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിവൈഡ് ചെയ്ത് അവരുടെ പവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ സിഇഒൻ്റെ പവർ അവരെന്ത് ചെയ്യും, അതിന് തൊട്ടടിയിലുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ബാക്കി മാനേജേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ മാനേജേഴ്സ് ആയിരിക്കും അതിൻ്റെ അടിയിലുള്ള സബോർഡിനേറ്റ്സിനെ നോക്കുന്നത്. ആൻഡ് സബോർഡിനേറ്റ്സ് ആയിരിക്കും അതിൻ്റെ താഴെയിലുള്ള താഴത്തെ തട്ടിലുള്ള എന്താ പറയുക ചെറിയ ചെറിയ വർക്കേഴ്സിനെ നോക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡീസെൻട്രലൈസേഷൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഡെലിഗേഷൻ ഓഫ് പവർ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, പവർ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാ ഡിസിഷൻസും ആരെടുക്കുന്നത്, നമ്മുടെ അൾട്ടിമേറ്റ് ഓണർ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും എല്ലാ ഡിസിഷൻസും സെൻട്രലൈസേഷനിൽ എടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെൻട്രലൈസേഷൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീമോട്ടിവേറ്റ്സ് എ എംപ്ലോയി. അപ്പോൾ സെൻട്രലൈസേഷനിൽ ആർക്ക് റോളില്ല, വർക്കേഴ്സിന് വലിയ റോളില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ എംപ്ലോയീസിനെ അധികം മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എംപ്ലോയീസ് നമ്മുടെ ടിപ്പിക്കൽ നമ്മുടെ സർ അല്ലെങ്കിൽ ഹൈ അതോറിറ്റി എന്താണോ പറയുന്നത് അത് തന്നെ കണ്ണു അടച്ച് ഫോളോ ചെയ്യാണ്. ഓക്കെ, അല്ലാണ്ട് ഇവർക്ക് ഈ എംപ്ലോയീസിന് ഒരു സേയിങ്ങും ഇല്ല. ഓക്കെ, അവരുടെ അഭിപ്രായം ഇവിടെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, ഇനി ഡീസെൻട്രലൈസേഷനിലാണെങ്കിൽ ദേ ആർ ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഇവിടെ എന്തെന്നാണ്, എംപ്ലോയീസ് ഭയങ്കര ഹൈലി മോട്ടിവേറ്റഡ് ആണ്. അതിൻ്റെ കാരണം എന്താ, അവിടെ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് അവരുടെ ജോബ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, അടുത്ത ഹയർ പോസ്റ്റിലോട്ട് അവർക്ക് പോകാൻ സാധിക്കും. ആൻഡ് ഓൾസോ അവർക്ക് എന്തുണ്ട്, പവർ ഉണ്ട് അല്ലേ, പവർ ആൻഡ് അതോറിറ്റി ഉണ്ട്. അപ്പം എംപ്ലോയീസ് എന്ത് ചെയ്യും, അവർ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ പവർ ഹയർ അതോറിറ്റിയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് പോലെയാണ്, നമ്മൾ എന്ത് ചെയ്യും, പവർ താഴെ തട്ടിലോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് വൺ ആയിരുന്നു decision making. സെൻട്രലൈസേഷനിൽ decision making is comparatively slow. എന്തെന്നായിരുന്നു, decision making is comparatively slow in centralization and significantly faster in decentralization. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓണർ തന്നെ വന്ന് എന്താണ് ഡിസിഷൻ മേക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിൽ എക്സ്പേർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അയാൾ അത് ചിന്തിച്ചും പിടിച്ചും വരുമ്പോഴേക്കും ഇറ്റ് ടേക്സ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് വിൽ ബി കമ്പാരിറ്റീവ്ലി സ്ലോ. ആൻഡ് വാട്ട് അബൌട്ട് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഡീസെൻട്രലൈസേഷൻ, നമ്മൾ എക്സ്പേർട്സിൻ്റെ കയ്യിലാണ് ഓരോ മാനേജേഴ്സ് അല്ലെങ്കിൽ ഓരോ ഹെഡ്സ് ആണ് ഓരോ വർക്കും ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്നായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റർ ആയിരിക്കും, അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് suitable. ഈ സെൻട്രലൈസേഷൻ ഇസ് ആക്ച്വലി സ്യൂട്ടബിൾ ഫോർ സ്മോളർ ഓർഗനൈസേഷൻ. ചെറിയ ഓർഗനൈസേഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്, സെൻട്രലൈസേഷൻ കൈൻഡ് ഓഫ് എന്തെന്നാ ഒരു ഇത് കാണുന്നത്. വാട്ട് അബൌട്ട് ഡീസെൻട്രലൈസേഷൻ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. അതെന്താണ്, ഡീസെൻട്രലൈസേഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ ലാർജർ ഓർഗനൈസേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്, ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് നോക്കിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 15th ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. വാട്ട് ഇസ് 15th ക്വസ്റ്റ്യൻ, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇന്റർ റിലേറ്റഡ്. പ്ലാനിങ്ങും കൺട്രോളിങ് എന്ന് പറയുന്നത് അവരെന്തുണ്ട്, അവർ ഇന്റർ റിലേറ്റഡ് ആണ് അല്ലേ, അവർ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് വൈസ് എഴുതാം അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിട്ടാണെങ്കിലും എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, planning and controlling are interdependent and inseparable functions of management. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർഡിപ്പെൻഡൻറ്റും ഇൻസെപ്പറബിൾ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്തായിരുന്നു,
Planning initiates the process of management and controlling completes the process. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഈ പ്ലാനിങ് വെച്ചാണ് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺട്രോളിങ് എന്താ ചെയ്യുന്നത്? കൺട്രോളിങ് കംപ്ലീറ്റ്സ് ദ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? കൺട്രോളിങ് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, പ്ലാനിങ് ഇനീഷ്യേറ്റ് ചെയ്യും അല്ലേ? പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ കൺട്രോളിങ് എന്ത് ചെയ്യും? കൺട്രോളിങ് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? വൺസ് എ പ്ലാൻ ബിക്കംസ് ഓപ്പറേഷണൽ. ഒരു പ്ലാൻ നമുക്ക് ഓപ്പറേഷണലായി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? കൺട്രോളിങ് ഇസ് നെസസറി ടു മോണിറ്റർ ദി പ്രോഗ്രസ്. അപ്പോൾ വൺസ് പ്ലാനിങ് ഒന്ന് എന്താ പറയുക സ്റ്റാർട്ടായി അത് ഓപ്പറേഷണലായാൽ എന്തുണ്ടാവണം? കൺട്രോളിങ് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻ്റർ റിലേറ്റഡ് കമൻറ്റ്. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്തുകൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇൻ്റർ റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 16th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്ന് 16 ക്വസ്റ്റ്യൻസിലെത്തിയല്ലേ? അപ്പോൾ നമ്മളിനി 16th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വാട്ട് ഈസ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്നീക്സ് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്, അല്ലെങ്കിൽ ടെക്നീക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്ന് ശ്രദ്ധിച്ചേ. എക്സ്പ്ലെയിൻ ദ ടെക്നീക്ക് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോമാൻഷിപ്പിൻ്റെ ആ ടെക്നീക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ടെക്നീക്കിലോട്ട് ചാടി പോണതിന് മുൻപ് ആദ്യം തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഇൻട്രോ പോലെ എഴുതണം അല്ലേ? എന്തെന്നാ? വൺ ഓഫ് ദ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരുടെയാണ്? ടെയ്ലറിൻ്റെ ആണല്ലേ? അപ്പോൾ ടെയ്ലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ എന്തെന്നാ ഒരു ടെക്നിക്ക് മാത്രമാണ് എന്തെന്ന് നമ്മുടെ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ടെക്നീക്കാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്? അപ്പോൾ നമുക്ക് എഴുതാം, വൺ ഓഫ് ദ ടെക്നീക്ക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇസ് എന്തെന്ന്? നമ്മുടെ ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. ആൻഡ് ഈ ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ എന്താ ചെയ്യുന്നത് ടെയ്ലർ? പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ആർ സെപ്പറേറ്റഡ്. ഇതിൽ ടെയ്ലർ എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പ്ലാനിങ്ങും എക്സിക്യൂഷനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഈ സി കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് അല്ലേ? അപ്പോൾ ടെയ്ലർ എന്താ പറയുന്നത്? ടെയ്ലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് നമ്മൾ എന്ത് ചെയ്യുക? 2 ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് കൊടുക്കണം. എന്താണ്? 2 ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്? പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എന്തായിരുന്നു? പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ. ഇവരെന്ത് ചെയ്യും? ഇവർ പ്ലാൻ ചെയ്യും. ഇവരെല്ലാ കാര്യങ്ങളും എന്താണ്? പ്ലാൻ ചെയ്യലാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ഈ വാട്ട് അബൌട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്? ഇവർ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയണേനെയാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നടത്തുന്ന ഇതാണ് ആരുടെ ജോലി? ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെയാണ്? പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അടിയിൽ നമ്മൾ എത്ര ഇത് വരും? ഹെഡ്സ് എത്ര ഫോമാൻസ് വരും? 4 ഫോമാൻസ് വരും. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ഫോമാൻ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടാവും അല്ലേ? കാരണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഫങ്ഷണൽ ഫോമാൻഷിപ്പാണ്. അപ്പോൾ ഫോമാൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്ക് അറിയണം. എന്നാൽ മാത്രമല്ലേ നമുക്കിത് എന്തെന്നാ ഈ ഒരു ഹോൾ തിങ് പഠിക്കണതിനൊരു അർത്ഥമുള്ളൂ അല്ലേ? അപ്പോൾ ഫോമാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവർ ആ ഒരു ഏരിയയിലെ എക്സ്പേർട്ടാണ്. ക്ലിയർ ആയോ? ഇപ്പോൾ
എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ആർ മാനേജർ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻസ് അഥവാ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത് ആ ഒരു മാനേജർ ആയിരിക്കും. ഇനി ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ, പുള്ളിക്കാരൻ്റെ ജോലി എന്തായിരിക്കും, ഫിനാൻസ് അല്ലേ, അക്കൗണ്ട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പണപരമായ കാര്യങ്ങളായിരിക്കും പുള്ളിക്കാരൻ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫോർമാൻ എന്നും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ശരി. ഇനി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അടിയിൽ നമ്മൾ എന്താ, നമുക്ക് 3 എണ്ണമല്ലേ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഷോപ്പ് ഡിസിപ്ലിനറിയൻ. എന്തെന്നായിരുന്നു, ഷോപ്പ് ഡിസിപ്ലിനറിയൻ. അപ്പോൾ മിസ് പറഞ്ഞു തരാം ഈ ഓരോ ഫോർമാൻസും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സിൻ്റെയും ജോലി എന്താണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റൂട്ട് ക്ലർക്ക് ആണ് അല്ലേ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. മിസ്സിൻ്റെ പേരൊക്കെ മിസ് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ അല്ലേ, നമുക്ക് എക്സാം വരണയാണ്. അപ്പം മിസ് നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഒരു ടെൻഷൻ കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ റൂട്ട് ക്ലർക്ക്, എന്താ റൂട്ട് ക്ലർക്ക് ചെയ്യുന്നത്, റൂട്ട് ക്ലർക്കിൻ്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ റൂട്ട് ക്ലർക്കാണ്. ഓക്കെ, അപ്പോൾ എത്ര പ്രോസസ്സ് ഉണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതാണ് റൂട്ട് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതാണ് റൂട്ട് ക്ലർക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അപ്പം ഓൾറെഡി നമുക്ക് റൂട്ട് ക്ലർക്ക് പറഞ്ഞു തന്നു എന്തെന്നാ, എത്ര പ്രോസസ്സിലൂടെ ഈ ഒരു പ്രോഡക്റ്റ് കടന്നു പോയാലാണ് നമുക്ക് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക. ഇനി രണ്ടാമത്തെ ആൾ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഹെഡും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സും പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്കേഴ്സിനെ അറിയിക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, കുറേ ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്യുക അത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വർക്കേഴ്സിന് എന്താവും, വർക്കേഴ്സിന് മെസ്ഡപ്പ് ആവും അല്ലെങ്കിൽ അവർക്ക് ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഉള്ളതുകൊണ്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും വർക്കേഴ്സിന് കൊടുക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിലൂടെ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി തേർഡ് വൺ ആണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഈ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തെന്ന്, ഓരോ ജോലിക്കും എത്ര സമയം എടുക്കണം അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ എന്തായിരുന്നു, ഷോപ്പ് ഡിസിപ്ലിനറിയൻ അല്ലേ. അപ്പോൾ ആ ഒരു കമ്പനിയിലെ ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആര്, ഈ ഷോപ്പ് ഡിസിപ്ലിനറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ഒന്നും കൂടി പറയാം, നമ്മുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അടിയിലെ 4 ഫോർമാൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തത്. ആരൊക്കെയാണ്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഷോപ്പ് ഡിസിപ്ലിനറിയൻ. ഇത് നിങ്ങൾ ഈ പേരൊന്നും കാണാണ്ട് പഠിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം എന്തെന്ന് ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? വളരെ ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇതിൽ നിന്ന് എന്തായാലും ഡെഫിനറ്റായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താ, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്യാങ് ബോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെന്താണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള 4 പേരും ബോസാണ്. ഓക്കെ, അപ്പോൾ ഗ്യാങ് ബോസ് എന്ന് പറയുന്നത് എന്താണ്, പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് വേണം, അത് ബീറ്റ് മെഷീനറി, ബീറ്റ് റോ മെറ്റീരിയൽസ്, അതെല്ലാം കൊണ്ടുവരുന്നതാണ് ആര്, നമ്മുടെ ഗ്യാങ് ബോസ്. ഓക്കെ ആണോ? ശരി. ഇനി സ്പീഡ് ബോസ് എന്താണ്, നമ്മുടെ സ്പീഡ് ഓഫ് ദി വർക്ക് തീരുമാനിക്കുകയാണ് അല്ലേ സ്പീഡ് ബോസ് ചെയ്യുന്നത്. ആൻഡ് റിപ്പയർ ബോസ് എന്താണ്, റിപ്പയർ ബോസിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയർ ആൻഡ് മെയിൻറ്റെനൻസ് ഒക്കെ ഈ റിപ്പയർ ബോസിൻ്റെ കീഴിലാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻസ്പെക്ടർ എന്താ ചെയ്യുന്നത്, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്പെക്ടർ എന്ത് ചെയ്യും, ഇൻസ്പെക്ട്സ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. എന്താണ്, ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നത് ഇൻസ്പെക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്,
ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈലർ, അതായത് ഈ ഒരു ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ഉണ്ടാക്കിയ ടൈലർ ഇത്രേ പറഞ്ഞുള്ളൂ. ഓരോ വർക്കും ഓരോ എക്സ്പേർട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ വർക്കിന് കോസ്റ്റ് കുറയുകയും ആ വർക്കിന് ക്വാളിറ്റി കൂടുകയും എന്തെന്നാ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നമുക്ക് എത്ര ഹെഡ്സ് വേണ്ടത്? നമുക്ക് 8 ഫോമാൻസ് വേണ്ട എന്നാണ് നമ്മൾ ടൈലർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു? നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ മിസ് ഡിസ്കസ് ചെയ്ത ഒരു 16 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു 2 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് തരാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പോയിട്ട് നിങ്ങളൊന്ന് വെള്ളമൊക്കെ കുടിക്കുക, ഒന്ന് ഫ്രഷ് ആവുക. അതുപോലെ മിസ് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം.
അപ്പോൾ വെൽക്കം ബാക്ക് ടു ലൈവ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾ ചായ കുടിച്ചു എന്നൊക്കെ മിസ് അറിഞ്ഞു. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് ബ്രേക്കിന് മുമ്പ്? 16 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. ഇനി നമ്മുടെ 17th ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു? Every organization uses several tests or selection of employees. ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നതിന് മുൻപ്, നമ്മളൊരു ജോലിക്കാരനായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ഒരാളെ എടുക്കുന്നതിന് മുൻപ് നമ്മൾ പലതരം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ ടെസ്റ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ എനി 3. നമ്മൾ ടെക്സ്റ്റിൽ കുറേ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മെൻഷൻ എനി 3 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് തന്നെ എക്സാമിന് പോണതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുക, നമ്മുടെ ഇതൊന്നും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തേ, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് നമ്മളൊരാളെ എംപ്ലോയ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്. To measure the level of intelligence, it is an indicator of a person's learning ability or the ability to. Second, appo it is an indicator of a person's learning ability or the ability to make decisions and judgments. അപ്പോൾ നമ്മൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് നടത്തും അല്ലേ. ഒരാളുടെ IQ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് വഴി നമുക്ക് എന്താ മനസ്സിലാവണേന്നറിയോ? അയാളുടെ എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്. അയാൾക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അയാൾക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്സ് എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്തായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ടു മെഷർ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽ. ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യാൻ അയാൾ സ്ലോ ലേണർ ആണോ, അല്ലെങ്കിൽ ഫാസ്റ്റ് ലേണർ ആണോ, അല്ലെങ്കിൽ അഡാപ്റ്റീവ് ആണോ എന്ന് അറിയാൻ എന്ത് വഴി സാധിക്കും? നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി സാധിക്കും. ഓക്കെ, ഇനി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പേഴ്സൺസ് കപ്പാസിറ്റി ടു ഡെവലപ്പ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇയാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഓർഗനൈസേഷനായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, പെട്ടെന്ന് പുതിയ സ്കിൽസ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് അല്ലേ. അയാൾക്ക് എങ്ങനെയാണ് ഒരു റാഷണൽ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെയായിരിക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നാണ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്. രണ്ടാമത്തെ എന്തെന്നായിരുന്നു? നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലേ. ഇനി മൂന്നാമത്തെ ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. വാട്ട് ഇറ്റ് ഈസ്? പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഹ്യൂമൻ ബിഹേവിയർ ഓഫ് ദ കാൻഡിഡേറ്റ്. അയാളുടെ ഹ്യൂമൻ ബിഹേവിയർ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടെത്തുന്നത്. ഇറ്റ് ഗീവ്സ് ക്ലൂസ് ഓഫ് എ പേഴ്സൺസ് ഇമോഷൻ, മെച്യൂരിറ്റി ആൻഡ് വാല്യൂ സിസ്റ്റം. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് വഴി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും? അയാൾ എങ്ങനെയാണ് ഇമോഷണലി, അല്ലെങ്കിൽ അയാളുടെ മെച്യൂരിറ്റി എങ്ങനെയാണ്, അയാളുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് വഴി അതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ ടെസ്റ്റ് ഇൻ സെലക്ഷൻ പ്രോസസ്സാണ്? ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ 3 ടെസ്റ്റുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 18th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് 18th ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ എനി 3 ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വാണ്ടിറ്റി ബേസിസിൽ മെഷർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോളിങ് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ മിസ് ഒന്നും കൂടി പറയാം. അപ്പോൾ ഇത് ഏതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ആൻഡ് എംപ്ലോയി മൊറൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഹ്യൂമൻ ബിഹേവിയർ എക്സെട്ര കാൻ ബി ഫിക്സ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഫിക്സ്ഡ് അല്ല അല്ലേ. നമുക്ക് മെഷർ ചെയ്യാൻ, ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്നാ, അത് കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും?
ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് പോളിസീസ്, ഓരോ ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, പിന്നെ എന്തെന്നായിരുന്നു, കോമ്പറ്റീഷൻ എക്സെട്ര. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന എന്ത് കാര്യങ്ങൾ മാത്രമാണ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അല്ലേ. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ ഓർഗനൈസേഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ തേർഡ് വൺ എന്തായിരുന്നു? Resistance from employees. Control is often resisted by employees and they say it as a restriction to their freedom. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ അവരുടെ വിചാരം എന്താ, അവരുടെ ഫ്രീഡത്തെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ചെയ്യുന്ന പെർഫോമൻസിനേക്കാളും ലോ ആയിട്ട് അവർ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 19th question. Finance function is concerned with taking 3 important decisions and what are them? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഏറ്റവും വലിയ മാർക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മിസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പം 19th question ആണ്. എന്തായിരുന്നു? Finance function is concerned with taking 3 important decisions and what are they? ഫിനാൻസ് ഫംഗ്ഷൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ്. എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ എന്താ പറയുന്നത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ്സ് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണതെന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ പറയുന്നത്. ഇനി ഫിനാൻസിങ് ഡിസിഷൻസ് എന്താണ്, നമുക്ക് എവിടെ നിന്നൊക്കെ നമ്മളുടെ ആവശ്യം, നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള കാശ് ഒക്കെ എവിടെ നിന്നൊക്കെ റേസ് ചെയ്യാം എന്നാണ് ഫിനാൻസിങ് ഡിസിഷൻസിൽ പറയുന്നത്. ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് അല്ലേ, നമ്മുടെ ഓർഗനൈസേഷനിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഇത് നമുക്ക് പ്രോഫിറ്റായിട്ട് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കാം ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ആൻഡ് ഈ ഡിസിഷൻസ് എല്ലാം ആരാ എടുക്കുന്നത്, നമ്മുടെ ഫിനാൻസ് മാനേജറാണ്. ഫിനാൻസ് മാനേജറാണ് ഈ ഉള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആൻഡ് മിസ് ഇത്രയും കാര്യമായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല പ്രാവശ്യം, അതായത് എല്ലാ പ്രാവശ്യവും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്ക് വെറുതെ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്? ഹൗ എ ഫേംസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ആസറ്റ്സ്. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമിൻ്റെ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തിലോട്ടാണ് ഇടുന്നതെന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏതിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ലോങ് ടേം പേർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം. ലോങ് ടേം എന്ന് പറയുന്നത് 5 വർഷം 10 വർഷത്തേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഷോർട്ട് ടേം എന്ന് പറയുന്നത് എന്താ, 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 months 7 months ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. എന്തെന്നായിരുന്നു? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിച്ചു, അതെന്താ ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലേ, ഒരു 5 ലക്ഷം 10 ലക്ഷം പോരാ, ഒരു 25 ലക്ഷമൊക്കെ ഉണ്ടായാലും നമുക്കൊരു വലിയ ബിൽഡിംഗ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ ഏതിൽ പെടും? ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിലാണ് പെടുന്നത്, വെദർ ടു ബൈ ഇറ്റ് ഓർ നോട്ട്. ഇനി അടുത്ത എന്തായിരുന്നു? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് വേറെ എന്താ വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ടു ഇൻവെസ്റ്റ്, അല്ലെ ഫേമിൻ്റെ ഫണ്ട് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ലോങ് ടേം ഫണ്ട്സിലാണോ ഷോർട്ട് ടേം ഫണ്ട്സിലാണോ? ഓക്കെ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഇനി അടുത്ത എന്തായിരുന്നു? ഫിനാൻസിങ് ഡിസിഷൻ. എന്തായിരുന്നു? ഫിനാൻസിങ് ഡിസിഷൻ. അപ്പോൾ
ഫിനാൻസിങ് അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ആ പേര് പറയുന്ന പോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസിലാണെങ്കിലോ എമൗണ്ട് ഓഫ് ഫിനാൻസ് ടു ബി റേസ് ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ എവിടെ നിന്നാണ് റേസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് ഫിനാൻസിങ് ഡിസിഷൻസ്. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസ് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ഷെയർ ആയിട്ട് പിന്നെയും ഇഷ്യൂ ചെയ്ത് ഓണേഴ്സ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കാശ് എടുക്കുന്നതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കാശ് എടുക്കുന്നത്? ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ. ഷെയർസ് പിന്നെയും ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുക്കാം. രണ്ടാമത്തെ എന്തായിരുന്നു? ബോറോഡ് ഫണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും കടമെടുക്കാനും സാധിക്കും. ഓക്കെ, എവിടെന്നെങ്കിലും കടമായിട്ട് എടുക്കാനും സാധിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോറോഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസും പറഞ്ഞു. ഇനി എന്തെന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് വൺ, ഈസി വൺ, ഡിവിഡൻഡ് ഡിസിഷൻസ്. എന്തായിരുന്നു? ഡിവിഡൻഡ് ഡിസിഷൻ. How much should be distributed to shareholders and how much should be retained in the business? നമ്മുടെ ബിസിനസ്സിൽ എന്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യും? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാറുണ്ട് അല്ലേ. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഈ പ്രോഫിറ്റ് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീറ്റെയിൻ ഇൻ ദ ബിസിനസ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ തന്നെ തിരിച്ചിടാം. ഈ പ്രോഫിറ്റ് ആർക്കും കൊടുക്കാണ്ട് നമുക്ക് ബിസിനസ്സിന് പേർപ്പസിന് വേണ്ടി തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീറ്റെയിൻഡ് എന്ന ബിസിനസ്സിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്തായിട്ട് കൊടുക്കണം? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വെദർ ടു കീപ്പ് ഇറ്റ് ആസ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണോ എന്ന ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം മിസ് ഒന്നും കൂടി പറയാം, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, ഫിനാൻസ് മാനേജറാണ് ഈ 3 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, പിന്നെ ഏതായിരുന്നു? ഫിനാൻസിങ് ഡിസിഷൻ, ആൻഡ് മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നല്ലേ കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യലൊക്കെ. അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ, എൻ്റെ പിള്ളേരെല്ലാവരും നല്ല മാർക്കോടെ ബിസിനസ് സ്റ്റഡീസിന് പാസ്സാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ അത്യാവശ്യമാണ്. കാരണം ദിസ് ഇസ് ക്രൂഷ്യൽ ടൈം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20th question. Briefly explain different types of consumer products. Consumer products ന്റെ different types of consumer products ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ്? അപ്പോൾ ആദ്യം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സിലോട്ട് ചാടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഇസ് എ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പഠിക്കണം അല്ലേ. Consumer products are those products which are purchased by the ultimate consumers for satisfying their personal needs. അപ്പോൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഇത് വാങ്ങിക്കുന്നത് ഇത് വെച്ച് വേറെ സാധനം ഉണ്ടാക്കാനല്ല, മറിച്ച് അത് വാങ്ങിച്ച് അത് അപ്പം തന്നെ കൺസ്യൂം ചെയ്യണം. ഫോർ എക്സാമ്പിൾ സോപ്പ് വെച്ചിട്ട് നമ്മൾ സോപ്പ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ സോപ്പ് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യും. ഇനി അനദർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജ്യൂസ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജ്യൂസ് വാങ്ങിച്ച് നമ്മൾ അപ്പം തന്നെ കുടിക്കുക അല്ലേ. അതേപോലെ തന്നെ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടൂത്ത് പേസ്റ്റ്, ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസാണ്? കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. കാരണം അത് വാങ്ങിക്കുന്നത് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്താണെന്ന്? ഓക്കെ, ഇനി they never use for the production of another good. അപ്പോൾ കൺസ്യൂമർ പ്രോഡക്ട്സിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് നമ്മൾ വേറൊരു ഗുഡ് ഉണ്ടാക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? നമ്മളത് കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി. സോപ്പ്, ഷൂസ്, TV, ടൂത്ത് പേസ്റ്റ് എക്സെട്ര. ഇതെല്ലാം എന്തെന്നായിരുന്നു? കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് എന്തെന്ന്? ടൈപ്സ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ്. എന്തായിരുന്നു?
ടൈപ്സ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ്. അപ്പോൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു? ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റും to be the extent of shopping efforts involved. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? ഡ്യൂറബിലിറ്റി അല്ലേ? എന്താ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഈട് നിൽക്കുക എന്ന് പറയില്ലേ? നമ്മൾ പറയും ചില സാധനങ്ങൾ ഇത് കുറേ നാൾ ഈട് നിൽക്കും അല്ലേ? അതിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്താ വിളിക്കുന്നത്? ഡ്യൂറബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ on the basis of durability, products can be classified into two. എന്തൊക്കെയാണ്? ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ്. അപ്പോൾ ഡ്യൂറബിൾ പ്രോഡക്ട്സും നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഡ്യൂറബിൾ പ്രോഡക്റ്റ്? ഡ്യൂറബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ വാങ്ങിച്ചാലും അത് കുറേ കാലം ഈട് നിൽക്കും. ഫോർ എക്സാമ്പിൾ ടെലിവിഷൻ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, AC, റെഫ്രിജറേറ്റർ, ഇതൊക്കെ എന്താ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ ചീത്താവോ? ഇല്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ വൺസ് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 7 വർഷം, 8 വർഷം, 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഒരെണ്ണം സ്വിച്ച് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഡ്യൂറബിൾ പ്രോഡക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ്. വാട്ട് ഈസ് നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ്? അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ച് അത് ചീത്താവും, അത് അധികം നാൾ ഈട് നിൽക്കില്ല. അതിൻ്റെ എക്സാമ്പിളാണ് സോപ്സ്, പേസ്റ്റ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സോപ്പും പേസ്റ്റൊക്കെ അല്ല. ഓക്കെ, ഇനി അടുത്തതാണ് അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ ബേസിസിൽ ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. ഇനി അടുത്തത് എന്തായിരുന്നു? to the extent of shopping efforts involved. Shopping effortsന്റെ ബേസിൽ രണ്ടായിട്ട് പിന്നെയും ഫർദർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെന്നാണ്? കൺവീനിയൻസ് പ്രോഡക്റ്റ് ആൻഡ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് ആൻഡ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്. ഇതിപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമോ അല്ലേ? നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോപ്പ്, ബ്രെഡ്, ടൂത്ത് പേസ്റ്റ്, പിന്നെന്തെന്നായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ, സ്പൈസസ്, റൈസ്, ഇതെല്ലാം എന്തിൽ പെടും? നമ്മുടെ എന്തിലാണ് പെടുന്നത്? നമ്മുടെ കൺവീനിയൻസ് പ്രോഡക്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അതെന്താ? നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇനി അടുത്ത എന്തായിരുന്നു? ഷോപ്പിംഗ് പ്രോഡക്ട്സ്. ഷോപ്പിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഷൂസ്, ബാഗ്, അതൊക്കെ നമ്മൾ എന്താ? നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ക്രേസ് ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ക്ലോത്ത്, ഷൂസ്, ജ്വല്ലറി, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? നമുക്ക് വളരെ മസ്റ്റായിട്ടും ആവശ്യമുള്ളതാണ്. വെറാസ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. വെദർ വി ക്യാൻ ബൈ or if you don't want it, you don't have to buy it. മനസ്സിലായോ? അത് ആവശ്യമില്ല, അപ്പോൾ വേണമെങ്കിൽ കാശ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇനി മൂന്നാമത്തേതാണ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. എന്തായിരുന്നു? സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. അപ്പോൾ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. റെയർ കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക്സ്, പെയിൻറ്റിങ്, എക്സെട്ര. അപ്പോൾ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനോട് ക്രേസ് ഉള്ള അല്ലെങ്കിൽ അതിനോട് കമ്പമുള്ള ആൾക്കാർ മാത്രമേ അത് വാങ്ങിക്കുകയുള്ളൂ. ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്സ്, അല്ലെങ്കിൽ എന്തെന്നായിരുന്നു റെയർ കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക്സ്, അത് ആ ഒരു സ്പെഷ്യാലിറ്റി, ആ ഒരു സർട്ടൻ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് നമ്മളത് അത്രയും കാശ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ മിസ് എന്താ പറഞ്ഞത്? നമ്മൾ എന്തെന്നായിരുന്നു? കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? കൺസ്യൂമർ പ്രോഡക്ട്സ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? അത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഡ്യൂറബിലിറ്റിയുടെ ബേസിസിലും പിന്നെ എന്തെന്നായിരുന്നു? ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവിൻ്റെ ബേസിസിലും. ഡ്യൂറബിലിറ്റിയുടെ ബേസിസിൽ അത് രണ്ടാവുന്നു, ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. ഇനി ഷോപ്പിംഗ് എഫേർട്സിൻ്റെ ബേസിസിൽ അത് മൂന്നാവണെയാണ് കൺവീനിയൻസ് പ്രോഡക്റ്റ്. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഷോപ്പിംഗ് പ്രോഡക്ട്സ് അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണമെങ്കിൽ വേണ്ട. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വായിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അല്ലേ, അല്ലെങ്കിൽ അതിനോടൊരു കമ്പം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഏതാണ് നോക്കുന്നത്? നമ്മുടെ 21st ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 21st ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് ഇത് എന്ത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ
the communication and briefly explain. അത് എന്ത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുക ആൻഡ് അതിനെപ്പറ്റി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനെപ്പറ്റി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇത് വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തായിരുന്നു? വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു വീലിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ വിളിക്കുന്നത്? വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അപ്പോൾ വാട്ട് ഈസ് വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെന്നായിരുന്നു? ഇൻ വീൽ നെറ്റ്വർക്ക് all subordinates under one superior communicates through him. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം. മിസ് ഇവിടെ ഒരു ഇത് എ ബി സി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ മിസ് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്പീരിയർ. ഓക്കെ, ഇവരെല്ലാവരും ഈ എ ബി സി ഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, മറിച്ച് ഇവരെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ സുപ്പീരിയറിൻ്റെ അടുത്തോട്ടാണ്. ആൻഡ് സുപ്പീരിയർ ആണ് ആ ഇൻഫർമേഷൻ ബാക്കിയുള്ളവരിലോട്ട് പാസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇവർ തമ്മിൽ എന്തില്ല? ഈ എയും ബിയും അല്ലെങ്കിൽ ബിയും സിയും അല്ലെങ്കിൽ സിയും ഡിയും തമ്മിൽ കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. In wheel network, all subordinates under one superior. നിങ്ങൾ നോക്കിയേ, എല്ലാ സബോർഡിനേറ്റ്സും ഒരു സുപ്പീരിയറിൻ്റെ കീഴിലാണ്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ആൻഡ് സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം. നമ്മൾ സുപ്പീരിയറിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആൻഡ് ഹീ ആക്ട്സ് ആസ് എ ഹബ് ഓഫ് ദ വീൽ. പുള്ളിക്കാരനാണ് നമ്മുടെ എന്തെന്ന് ആ വീലിൻ്റെ മെയിൻ ഇതായിട്ട് അല്ലെങ്കിൽ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത്. ആൻഡ് ദ സബോർഡിനേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ടോക്ക് എമംഗ് ദംസെൽസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഈ വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിലോ ബിയും സിയും തമ്മിലോ എന്ത് ചെയ്യാൻ പാടില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് ബിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ക്യൂ എന്ന് പറയുന്ന ഈ സുപ്പീരിയറിൻ്റെ അടുത്ത് തന്നെ വരണം. ആൻഡ് സിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്യൂ എന്ന് പറഞ്ഞാൽ സുപ്പീരിയറിൻ്റെ അടുത്ത് തന്നെ വരണം. അപ്പോൾ ഈ ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ത് പേരാണ് വിളിക്കുന്നത്? വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തായിരുന്നു? വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി 22nd ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും നേരം മിസ് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മിസ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ യെസ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെന്നായിരുന്നു? കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് എലമെൻറ്റ്. ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ടൈപ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരെണ്ണം അവർ ഫിൽ ചെയ്തിട്ടുണ്ട്. അതെന്തെന്നായിരുന്നു? സോഷ്യൽ എൻവയോൺമെൻറ്റ്. എന്തായിരുന്നു? സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇനി ബാക്കി നമ്മളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് ഇവിടെ എഴുതാം. Economic environment, legal environment, political environment, ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. എന്തായിരുന്നു? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോൾ മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇതിലെന്ത് ചെയ്യേണ്ട? വേറൊരു പാരഗ്രാഫ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിനെ കുറിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എപ്പോഴും ബിസിനസ് എൻവയോൺമെൻറ്റിൽ വാട്ട് ഈസ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നും വാട്ട് ഈസ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെന്തായാലും നോട്ട് ചെയ്യുക. അത് കൂടാണ്ട് ഇതിൻ്റെ ടൈപ്സിലെ പേരുകളും പഠിച്ചു വെക്കുക. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ടൈപ്പാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, മരിയ യെസ് മാം എന്ന് പറയുന്നുണ്ട്. ബാക്കി അഭിനവ് ആൻസർ പറയുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റനിലോട്ട് കിടക്കാം. 23rd ക്വസ്റ്റൻ ആണ് അല്ലേ, മാത്സ് ദ ഫോളോയിങ്. ഈ മാത്സ് ദ ഫോളോയിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു ഫുൾ 4 മാർക്ക് കിട്ടുക. നമുക്ക് ഇങ്ങനെ ഹോൾ പാരഗ്രാഫ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മാത്സ് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ഈ സൈഡിൽ ഡിബെഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർ, വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അപ്പുറത്തെ സൈഡിൽ എന്തെന്നായിരുന്നു? ഓണേഴ്സ് ഫണ്ട്, ബോറോഡ് ഫണ്ട്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കറണ്ട് അസറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് അതെന്താണ്? നമ്മൾ ബോറോ ചെയ്യുന്നതാണല്ലേ, നമ്മൾ പുറത്തുനിന്ന് ബോറോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഡിബെഞ്ചേഴ്സ് ബോറോഡ് ഫണ്ട്. ഇനി ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എന്താ? അത് ഓണേഴ്സ് ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയോ? ഓക്കെ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? അതെന്താ? അതൊരു കറണ്ട് അസറ്റ് ആണ് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ കറണ്ട് അസറ്റ്. ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതൊരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ മിസ് ഒന്നും കൂടി പറയാം. ഡിബെഞ്ചേഴ്സ് ഇസ് ബോറോഡ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ ഇസ് ഓണേഴ്സ് ഫണ്ട്, പിന്നെ എന്തെന്നായിരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് കറണ്ട് അസറ്റ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ മാത്സ് ഫോളോയിങ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നിങ്ങളത് മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് എഴുതാണ്ടിരിക്കരുത്. അതൊന്ന് വായിച്ച് നോക്കി ഒന്ന് കണക്ഷൻ ഒന്ന് കണ്ടുപിടിച്ചാൽ ജസ്റ്റ് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 23rd ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തെന്നായിരുന്നു? 24th question. Consumer Protection Act 1986 provides several rights to consumers and explain any 4 rights. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Explain any 4 rights of consumer protection അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്ന ഏതെങ്കിലും 4 റൈറ്റിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 4 റൈറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി. എന്തായിരുന്നു? റൈറ്റ് ടു സേഫ്റ്റി. അപ്പോൾ ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് which are dangerous to his life and death. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റിയിൽ പറയുന്നത് എന്താണെന്നറിയോ? ആസ് എ കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾക്ക് ഫീൽ ചെയ്യാണ് ഒരു സർട്ടൺ പ്രോഡക്റ്റ് നമ്മുടെ ലൈഫിന് എന്താണ് ത്രെറ്റനിങ് ആണ്, ഹാംഫുൾ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്താൽ നമുക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അതിനെതിരെ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഏർലിയർ എന്തെന്നായിരുന്നു? ഒരു കാലത്ത് ജപ്പാനിൽ നിന്നും അല്ലെങ്കിൽ ചൈനയിൽ നിന്നും വരുന്ന എല്ലാ ടോയ്സിലും ലെഡിൻ്റെ അംശം വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ലെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഡിൻ്റെ അംശമുള്ള ഈ ടോയ്സ് ഈ ചെറിയ ഇൻഫൻസ് തുടങ്ങി 2 years 4 years ഉള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടോയ്സിലാണ് ഈ ലെഡിൻ്റെ അംശം കണ്ടത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ഒരു ടൈമിൽ ചൈനീസ് ആൻഡ് ജാപ്പനീസ് പ്രോഡക്റ്റായ സ്പെഷ്യലി ടോയ്സ്, ലെഡ് ഐറ്റംസ് ഉള്ള ടോയ്സ് അവർ എന്ത് ചെയ്തു? ബാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത്ര സൂപ്പർ പവർഫുൾ ആണ് നമ്മുടെ ലോ ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? റൈറ്റ് ടു സേഫ്റ്റി. ഇഫ് വി ഫൈൻഡ് എ പ്രോഡക്റ്റ് ഇസ് ഹാംഫുൾ ടു അവർ ഹെൽത്ത് ഓർ അവർ സൊസൈറ്റി, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? Right to be informed. Right to be informed. As a consumer, we have the right of complete information about the products we buy. നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് അതിനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മൾ ആസ് എ കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾക്ക് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്, നമ്മൾ ഏതെങ്കിലും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും എന്തുണ്ട്? ബാക്കിൽ എന്താ കാണാൻ പറ്റുന്നത്? എൻ്റെ പിള്ളേർ പറഞ്ഞേ ആൻസറും. ബാക്കിൽ ഇൻഗ്രീഡിയൻസ് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ,
അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ റൈറ്റ് ആണ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഓഫ് മേദ, വാട്ടർ, ഫ്ലവർ, ഇതെല്ലാം എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അതാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എപ്പോഴും ബിസിനസ് സ്റ്റഡീസ് എന്തെന്നാ അത് റിയൽ ലൈഫായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ ഈവൻ ദോ എക്സാം പേർപ്പസിനാണെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ എക്സാമിൻ്റെ ഹാളിൽ ഇരുന്നാലും മറന്നുപോവില്ല. ഓക്കെ, ഇനി അടുത്തതാണ് റൈറ്റ് ടു ചൂസ്. റൈറ്റ് ടു ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺസ്യൂമർ ഹാസ് എ ഫ്രീഡം ടു ചൂസ് ഫ്രം എ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. നമ്മുടെ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്? ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്ത് ചൂസ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒരു ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി, ഫോർ എക്സാമ്പിൾ വി ഗോയിങ് ടു ലുലുവിൽ പോയിട്ട് നമ്മൾ ജ്യൂസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമുക്ക് എന്തോരം ബിസ്ക്കറ്റ്സ് കാണാൻ പറ്റും, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ബിസ്ക്കറ്റ്സ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഫോറിൻ കൺട്രീസിൽ അവൈലബിൾ ആണ്, ഇന്ത്യൻ മാനുഫാക്ചേർഡ് അവൈലബിൾ ആണ്, എല്ലാ ടൈപ്പ് ഓഫ് വൈഡ് വെറൈറ്റീസും അവൈലബിൾ ആണ്. അവിടെ ആരെങ്കിലും നമ്മളെ കമ്പൽ ചെയ്യുമോ ഇന്ന ബിസ്ക്കറ്റ് തന്നെ വാങ്ങിക്കണമെന്ന്? ഇല്ല അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് റൈറ്റ് ടു ചൂസ്. നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്തിനൊക്കെ ഉള്ള അവകാശമുണ്ട്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്. ആൻഡ് ഇനി നാലാമത്തെ റൈറ്റ് ആണ് റൈറ്റ് ടു ബി ഹേർഡ്. നമ്മൾ ഹിയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കേൾക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് പറഞ്ഞുതരാം. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഫയൽ എ കംപ്ലയിൻറ്റ് ടു ബി ഹേർഡ് ഇൻ കേസ് ഓഫ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് എ ഗുഡ് ഓർ എ സർവീസ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ കേക്ക്. ഓക്കെ, കേക്ക് വാങ്ങിച്ചു, നമ്മൾ കാശ് കൊടുത്ത് കേക്ക് വാങ്ങിച്ചു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് മനസ്സിലായത് അതിലെന്തുണ്ട്? പൂപ്പലുണ്ടെന്ന്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ ഭയങ്കര ഡിസ്ഹാർട്ടൻഡ് ആവും. കാരണം എന്താ? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം എന്തായിരുന്നു? ചീത്തയായിരുന്നു. അപ്പം നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്? നമുക്കതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള, നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് തരും? നമുക്കും നഷ്ടപരിഹാരം അവർ തരും. അല്ലെങ്കിൽ അവരത് എന്ത് ചെയ്യണം? either they have to replace the product or they have to give the money back അല്ലേ. അപ്പോൾ അതാ പറയുന്നത് റൈറ്റ് ടു ബി ഹേർഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. എന്തായിരുന്നു? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഈ റൈറ്റ് ടു ബി ഹേർഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് right to seek redressal. The consumer has a right to get compensation when consumers are cheated or exploited. നമ്മളെ ചീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വേ ഓഫ് ചീറ്റിംഗ് അല്ലേ. അതൊരു ചീറ്റിംഗ് ആണ്. ആൻഡ് അങ്ങനെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്? നമുക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ പറഞ്ഞത്? അപ്പോൾ ബേസിക്കലി എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്തെന്നാ റൈറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? നിങ്ങൾ തന്നെ ഒന്ന് റീകോൾ ചെയ്ത് ജസ്റ്റ് ഹെഡിങ് മാത്രം. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹേർഡ് ആൻഡ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. എസ് എ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ഒന്ന് പറഞ്ഞു തരാമോ? യെസ് ഫിജാസ്, അത് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഇത് എത്രാമത്തെ ക്വസ്റ്റൻ ആയി? നമ്മളൊരു 24th ക്വസ്റ്റൻ ആയി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോട്ടലി 30 ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 30 ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് 30 ക്വസ്റ്റനും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മിസ് എടുത്ത് പറയാം ഏതൊക്കെ ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലാസ് തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നായിരുന്നു 24th ക്വസ്റ്റനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഏതാണ്? 25th question. Observe the following diagram. ഈ ഡയഗ്രാം ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി അല്ലാണ്ടും പല രീതികളിലും ഒരു ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാനേജിങ് ഡയറക്ടർ ഇവിടെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്,
പർച്ചേസിങ്. അപ്പോൾ മാനേജിങ് ഡയറക്ടറിൻ്റെ കീഴിലുള്ള ഒരു 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ഈ ഡയഗ്രത്തിൽ. ഇനി ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നേരത്തെ നമ്മളുടെ അടുത്ത് വീൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, വീലിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു വാട്ട് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നമ്മളൊരു പിക്ചർ കാണിച്ചിട്ട് ചോദിക്കുകയാണ് എന്ത് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണിത് ആൻഡ് എക്സ്പ്ലെയിൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറിഞ്ഞ 1 മാർക്ക് കിട്ടും. ബാക്കി ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ തന്നെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ബാക്കിയുള്ള മാർക്കും നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് സ്ട്രക്ചറാണ്? ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ഇത് ഫങ്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വിളിക്കുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചർ. എന്തായിരുന്നു? ഫങ്ഷണൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മിസ് ഒന്നും കൂടി ഇതെങ്ങനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇതാണ് MD, മാനേജിങ് ഡയറക്ടർ, അതായത് CEO എന്ന് പറയും അല്ലേ. MD അഥവാ CEO ആണ് ഈ ഹയസ്റ്റ് അതോറിറ്റി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അത് ഫങ്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റിസോഴ്സ്, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ക്ഷേമങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ. അവർക്ക് എന്തോരം സാലറി കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. ഇനി മാർക്കറ്റിംഗ് ആണെങ്കിൽ എന്താ, അവർ ഉള്ളി ഡീൽ വിത്ത് മാർക്കറ്റിംഗ് എഫേർട്സ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ആ കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുകയാണ് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി. ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്തെങ്കിലും ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എപ്പോഴും റിസർച്ച് ചെയ്ത് ന്യൂ ആക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവരാണ് ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം എന്തിൻ്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫങ്ഷൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വിളിച്ചത്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വിളിച്ചതെന്ന്? ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ. അപ്പോൾ മിസ് തന്നെ പറഞ്ഞു അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ആ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർ ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നോക്കി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ഫങ്ഷണൽ സ്ട്രക്ചർ job of similar nature are grouped together and it provides specialization which makes optimum utilization of manpower. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ. ആവശ്യമുള്ള മാൻ പവർ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? ഈസി സൂപ്പർവിഷൻ. എന്തായിരുന്നു? ഈസി സൂപ്പർവിഷൻ. The supervisor becomes familiar with the type of task to be performed. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് അല്ലെങ്കിൽ ആ HR ഹെഡിന് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇടയിൽ വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും അവർ എടുക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? ഇൻക്രീസിങ് മാനേജറിയൽ എഫിഷ്യൻസി. മാനേജേഴ്സ് ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ആർ പെർഫോമിങ് ദ സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻ. ഇപ്പോൾ ഫിനാൻസ് മാനേജർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അവർ വളരെയധികം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ദേ ഇൻക്രീസ് മാനേജറിയൽ എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ മാനേജറിന് വളരെ സുഖകരമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അവിടെ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്തായിരുന്നു മിസ് പറഞ്ഞത്? അതിൻ്റെ സ്ട്രക്ചർ ഒരു ഡയഗ്രാം ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജസും കൂടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? 25th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെന്നായിരുന്നു? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫയോൾസ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലേ. ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഫയോൾ ആണ് എന്തെന്നാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ
ഫാദർ അല്ലേ. അപ്പോൾ ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ടോട്ടൽ ശരിക്കും എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് 14 എണ്ണം ഉണ്ട്. അത് നമ്മൾ ഷോർട്ടാക്കിയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ്? ഡാഡൂസ്, RCS, OES, IE. ഇങ്ങനെയാണ് നമ്മൾ ആ 14 പ്രിൻസിപ്പിൾ ഷോർട്ട് കട്ടായിട്ട് മിസ് പഠിപ്പിച്ചു തന്നേക്കുന്നത് അല്ലേ. ഡാഡൂസ്, RCS, OES, IE. ഇതൊരു ഹൈഫൺ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് മിസ് ഈ ഹൈഫൺ ഇട്ടത് കേട്ടോ. ഓക്കെ, ഡാഡൂസ്, RCS, OES, IE. അപ്പോൾ ഇതെങ്ങനെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കെയിലാർ ചെയിൻ, പിന്നെ എന്താണ് റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ. അങ്ങനെ 14 എണ്ണമാണുള്ളത്. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എനി 5 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു 5-6 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, 14 എണ്ണം ഉണ്ടെങ്കിൽ കൂടി 14 എണ്ണം ഒന്നും ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്താ ഇൻ ഹാൻഡി ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനി 5 പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു വർക്ക് എന്ത് ചെയ്യണം? അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ഒറ്റ ഒരാൾക്ക് കൊടുക്കാണ്ട് അതെന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് എഫിഷ്യൻ്റ് ടൈംലി നമുക്ക് ചെയ്ത് കിട്ടും. ബട്ട് വേറാസ് ഇതെല്ലാം കൂടി ഒരാൾക്ക് കൊടുത്താലോ അയാൾക്ക് എല്ലാം കൂടി എടുക്കാൻ സാധിക്കില്ല, അതൊരു ബേർഡൻ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇഫക്റ്റീവ്ലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരും എക്സ്പേർട്ട് ഏത് മേഖലയിലാണോ ആ മേഖലയിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദ വർക്ക് വിൽ ബി ഡൺ ഇൻ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് അല്ലേ. ഇനി രണ്ടാമത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്തായിരുന്നു? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വരുന്നത് ആരുടെ കേസിലാണ്? നമ്മുടെ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റിൻ്റെ കേസസിലാണ് ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻസിൽ വാട്ട് ഈസ് അതോറിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഈ അതോറിറ്റി? അതോറിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയറിൻ്റെ ഒരു റൈറ്റ് ആണ്. അയാൾക്ക് അതോറിറ്റി ഉണ്ട് ടു ഗീവ് ഓർഡേഴ്സ് കൊടുക്കാനുള്ള അതോറിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്പീരിയറിനുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ട് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയറിനുള്ള ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്നാ? നമ്മുടെ സബോർഡിനേറ്റ് ഈ സുപ്പീരിയർ പറയുന്ന എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയിലൂടെ എന്തെന്ന് ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി ലിങ്ക് വിത്ത് ദ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താണ്? വളരെ ഡിസിപ്ലിനോട് കൂടി ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് നമുക്ക് എന്തുണ്ടാവാൻ പാടുള്ളൂ? ഒരു സബോർഡിനേറ്റിന് നമുക്ക് എന്ത് ഉണ്ടാവാൻ പാടുള്ളൂ? ഒരു സുപ്പീരിയറെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ്? ഒരു സബോർഡിനേറ്റിന് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കമാൻഡ്സ് കിട്ടില്ല, ഒറ്റൊരു സുപ്പീരിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാളുടെ കമാൻഡ് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഒരു സർട്ടൻ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്? നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് മാറ്റി വെച്ചിട്ട് ഓർഗനൈസേഷന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കൂട്ടത്തിൽ, അതായത് 14 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ ഫയോളിൻ്റെ, അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെന്നുള്ള ഒരു 5-6 പഠിച്ച് എപ്പോഴും വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, അല്ലാണ്ട് ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ
5 principles of management ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്? 27th ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. What does marketing mix and explain its element? അത് ഒരു മാർക്കറ്റിംഗ് മിക്സിൽ ചില എന്താ പറയുക അവർ പിക്ക് ചെയ്ത് 2 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ എന്താ ഇന്നൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇതും ഇതിന് മുൻപത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ സെറ്റ് ഓഫ് 4 decisions which needs to be taken before ലോഞ്ചിങ് എനി പ്രോഡക്റ്റ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ 4 ഡെസിഷൻസ് എടുക്കാനുണ്ട്. ആ ഡെസിഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എപ്പോഴാണ്? ബിഫോർ ലോഞ്ചിങ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ ഡെസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇനി it refers to a set of actions or tactics that a company uses to promote its brand or product in the market. കമ്പനി ഇത് എന്താ ചെയ്യുന്നത്? ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ മാർക്കറ്റിംഗ് മിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം ഏതൊക്കെയാണ് 4 P's that make up a typical marketing mix. ഒരു മാർക്കറ്റിംഗ് മിക്സിലുള്ള 4 P'സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തൊക്കെയായിരുന്നു? പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ് ആൻഡ് പ്രൊമോഷൻ മിക്സ് അല്ലേ. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് ഏത് പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതെല്ലാമാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ പ്രോഡക്റ്റ് മിക്സിൽ നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത് എന്തെന്നാണ് നിങ്ങൾ പറഞ്ഞേ? ആദ്യം തന്നെ എന്താ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ഏത് പ്രോഡക്റ്റ് നമുക്ക് വിൽക്കണം ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ക്വാളിറ്റി ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് മിക്സിൽ വരുന്നത്. ഈ രണ്ടാമത്തെ എന്തായിരുന്നു? പ്രൈസ് മിക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത, നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റിന് എത്ര രൂപയ്ക്ക് നമ്മൾ വിറ്റാലാണ് അത് ആൾക്കാർ വാങ്ങിക്കുക ആൻഡ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ വില എത്രയാണ്, അതിൻ്റെ ബേസിസിലും കൂടിയാണല്ലേ നമ്മൾ ഒരു പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അതാണ് അവർ പറയുന്നത് പ്രൈസ് മിക്സ് എന്ന്. ഓക്കെ, സോ ബിഫോർ ലോഞ്ചിങ് എ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് മിക്സ് ഡിസൈഡ് ചെയ്യും. ഏത് പ്രോഡക്റ്റ് വിൽക്കണം, ഏത് പ്രോഡക്റ്റ് വിറ്റാലാണ് നമുക്കത് പ്രോഫിറ്റ് കിട്ടുക ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിക്കുക അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പ്രൈസ് മിക്സ്. അത് എത്ര രൂപയ്ക്ക് വിറ്റാലാണ് അത് വിറ്റ് പോവുക അല്ലേ. ഇനി പിന്നെ എന്തായിരുന്നു? പ്ലേസ് മിക്സ്. പ്ലേസ് മിക്സ് എന്ന് പറഞ്ഞാൽ അത് എവിടെ വിൽക്കണം, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്, നമ്മൾ ഡോർ ടു ഡോർ സെല്ലിങ്, വീടുകൾ കയറി വിൽക്കുന്നോ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാൽ മതിയോ, ഇതിൽ ഏത് രീതിയിൽ വിൽക്കണമെന്നാണ് പ്ലേസ് മിക്സിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണിൽ എന്തെന്നാണ്? പ്രൊമോഷൻ മിക്സ് ആണ് അല്ലേ. ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പ്രൊമോഷണൽ പ്ലാറ്റ്ഫോംസ് കുറേ ഉണ്ട്. നമുക്ക് ന്യൂസ് പേപ്പേഴ്സിൽ ആഡ് കൊടുക്കാം, അല്ലെങ്കിൽ TV ആഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ആഡ് കൊടുത്താലാണ് നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമറിലോട്ട് എത്തേണ്ടത്? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും എന്താ ഇൻഡിവിജ്വലിയും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 28th ക്വസ്റ്റ്യനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആകെ 2 ക്വസ്റ്റ്യനും കൂടി ഉള്ളു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കണം, നമ്മുടെ ആവശ്യമാണല്ലേ, ബോർഡ് എക്സാം ആണ്, പഠിച്ചേ തീരൂ. അപ്പോൾ ഇതെല്ലാം എന്താണ്? പ്രീവിയസ് ഇയർലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തായിരുന്നു? 20th question, explain 5 factors affecting the working capital requirement of an organization. ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള 5 ഫാക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതേതൊക്കെയാണ്? നേച്ചർ ഓഫ് ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാശ് വേണമെന്നറിയാനാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ബേസിക് നേച്ചർ ഓഫ് എ ബിസിനസ് ഇൻഫ്ലുവൻസസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചാണ് നമുക്ക് ഒരു ദിവസം എത്ര രൂപ വേണമെന്ന് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ട് പോകാൻ, ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ എത്ര രൂപ വേണമെന്ന് മനസ്സിലാണ്. ഇപ്പം
ഒരു എക്സാമ്പിൾ പറയുന്നത് ചെറിയ സ്മോൾ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 6,000 മതിയാവും നമുക്ക് ആ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ റൺ ചെയ്ത് പോകാൻ. ആ ഒരു പെർട്ടിക്കുലർ ഡേ 6,000 ആണെങ്കിൽ നന്നായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് ദ ബിസിനസ് ഇസ് ഹ്യൂജ്, നമുക്ക് ഈ 6,000 രൂപ കൊണ്ട് ഒന്നും ആവില്ല അല്ലേ. നമുക്ക് ചിലപ്പോൾ മിനിമം ഓഫ് 50,000 ഒരു ദിവസം വേണം നമുക്ക് എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടു പോകാൻ. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് പോയിന്റ് എന്താ, നേച്ചർ ഓഫ് ബിസിനസ്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ബിസിനസ് എന്ത് ചെയ്യും, ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യും. ഇനി രണ്ടാമത്തതാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ big organizations require more working capital as compared to small organization. വലിയ, അതായത് ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താ, അവർക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ 1 lakh അല്ലെങ്കിൽ 5 crores ഒക്കെ വേണം അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ. വേറെ സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിലോ അവർക്ക് ചെറിയ എമൗണ്ട് മതി അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്തായിരുന്നു, ബിസിനസ് സൈക്കിൾ. Different phases of business cycle influence the requirement of working capital. In boom period, boom depression period ഉണ്ട് അല്ലേ. ബൂം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നതിനെയാണ് ബൂം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബൂം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ ബൂം പീരീഡിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് ഭയങ്കര ഹയസ്റ്റ് സെല്ലിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതൽ വേണം. വേറെസ് ഡിപ്രഷൻ്റെ ഫേസിലോ, ഡിപ്രഷൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബിസിനസ് നിർത്തണോ വേണ്ടേ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ എന്താ, അവർക്ക് അധികം ബിസിനസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വേണ്ട, ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറച്ച് മതി. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ശരി, ഇനി അടുത്തതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ directly depends upon the length of operating cycle, and longer the operating cycle you need more the working capital. അതങ്ങനെ കാണാണ്ട് പഠിച്ചാൽ മതി. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുതലാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു, സീസണൽ ഫാക്ടേഴ്സ്. സം ബിസിനസ് സീസണൽ അല്ലേ, ചില ബിസിനസ്സുകൾ സീസണിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊടയുടെ ബിസിനസ്. ഓക്കെ, പോപ്പി കൊടകൾ ജൂണിൻ്റെ ടൈമിൽ എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ടൈമാണ്. കാരണം സ്കൂള് തുറക്കുന്നു, മഴക്കാലമാണ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, കുടകൾ വാങ്ങിക്കും അല്ലേ. അപ്പോൾ സീസണിലെ ടൈമിൽ എന്താണ്, അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലും, അതായത് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് ആവശ്യമാണ്. വേറാസ് അവരുടെ സീസൺ ടൈം അല്ല, ഇപ്പോൾ ഒരു തണുപ്പ് കാലമാണെങ്കിൽ ആരും കുടയൊന്നുമായിട്ട് പുറത്തോട്ട് ഇറങ്ങൂല അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ സീസൺ ഓഫ് സീസൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എക്സാമ്പിൾ ഇട്ട് തന്നെ എഴുതുക, സോ ദാറ്റ് യു ക്യാൻ സ്കോർ മോർ മാർക്സ്. ഓക്കെ, അപ്പോൾ ഇനി അത് നമ്മുടെ 29th ക്വസ്റ്റൻ ആണ്. അപ്പോൾ മിസ് ഇന്ന് ടോട്ടൽ 30 ക്വസ്റ്റൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മിസ് 30 ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 29th ക്വസ്റ്റൻ ആണ്, എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നും നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അത് പല രീതിയിൽ റിക്രൂട്ട് ചെയ്യാറുണ്ട് അല്ലേ. അതിൻ്റെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഡിറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. എന്തായിരുന്നു, ഡിറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഈ ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ എങ്ങനെയാണ്, സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇത് ഹോൾ തിങ് ടുഗെദറും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഡിറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഡിറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അവരെന്ത് ചെയ്യും, അവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ ബോർഡ് വെക്കും. ആൻഡ് ഈ ബോർഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വോക്കിൻ ആയിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലാം. നമ്മുടെ കയ്യിൽ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം ഉണ്ടെങ്കിൽ നമുക്ക് കയറി ചെന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട് പോരാന്നാണ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് കാഷ്വൽ കോളേഴ്സ്. കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അവർ ഓൾറെഡി അവിടെ റെസ്യൂം കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് എന്ത് ചെയ്യും, ഈ ഓർഗനൈസേഷൻസ് അത് കളക്ട് ചെയ്ത് വെക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് അവർ റെസ്യൂംസ് എടുത്തിട്ട് അവർ നമ്മളെ കോൾ ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് മീഡിയ അഡ്വർടൈസിങ്. മീഡിയ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്,
നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ മീഡിയയിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ആഡ്സിലൂടെ കണ്ടിട്ട് നമ്മളെന്ത് ഈ റിക്രൂട്ട്മെൻറ്റിനെ അന്വേഷിച്ച് നമ്മൾ ചെല്ലുന്നു. ഓക്കെ, അതിനെയാണ് മീഡിയ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, ന്യൂസ് പേപ്പർ ആവാം, ടെലിവിഷൻ ആവാം, ഏത് രീതിയിലും കൂടി നമ്മൾ ന്യൂസ് ആവാം, ഏത് രീതിയിലും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്ന എല്ലാം മീഡിയ അഡ്വർടൈസ്മെൻറ്റിൽ പെടും. ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഓൺഡാണ്. ഓക്കെ, ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അവിടെ എന്ത് ചെയ്യാം, അവരൊരു ഇടനിലക്കാരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകാരും. അപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാം, നമുക്ക് ജോലി വേണം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിടാം. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എംപ്ലോയേഴ്സും വരും, അതായത് കമ്പനിക്കാരും വന്നിട്ട് അവിടെ അവരും എന്താ പറയുക, അവരുടെ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ അവരുടെ വേക്കൻസീസും അവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റും നമ്മുടെ ക്വാളിഫിക്കേഷനും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ നിന്ന് കോൾ വരും. അപ്പോൾ ഇത് ബേസിക്കലി എന്തെന്നാ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ബേസിക്കലി ഗവൺമെൻറ് ഓൺഡാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത എന്തെന്നായിരുന്നു, പ്ലേസ്മെൻറ്റ് ഏജൻസീസ്. അപ്പോൾ മിസ് പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഗവൺമെൻറ് ഓൺഡാണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് എന്താണ്, അത് പ്രൈവറ്റ് ഓൺഡാണ് അല്ലേ. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഏജൻസീസിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വിച്ച് ഇസ് വെരി ഫേമസ് ഇൻ കേരള. വാട്ട് ഹാപ്പൻസ് ഇൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ എന്താ വലിയ വലിയ ഓർഗനൈസേഷൻസ് നമ്മുടെ കോളേജിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ആൻഡ് എക്സാംസ് ഒക്കെ നടത്തിയിട്ട് അവർ നമ്മൾ എടുക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എന്നാ വിളിക്കുന്നത്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു, ലാസ്റ്റ് വൺ, വെബ് പബ്ലിഷിംഗ്. അതായത് ലിങ്ക്ഡിൻ, പിന്നെ എന്തെന്നായിരുന്നു, ലിങ്ക്ഡിൻ പോലത്തെ ഓരോ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് വഴി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൽ കയറുന്നതിനെയാണ് വെബ് പബ്ലിഷിംഗ് എന്ന് വിളിക്കുന്നത്. ലിങ്ക്ഡിൻ അഥവാ ഇൻഡീഡൊക്കെ ഈ വെബ് പബ്ലിഷിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളേഴ്സ്, മീഡിയ അഡ്വർടൈസിങ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, പിന്നെ എന്തൊക്കെയായിരുന്നു, പ്ലേസ്മെൻറ്റ് ഏജൻസി, ക്യാമ്പസ് റിക്രൂട്ടിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു, വെബ് പബ്ലിഷിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയല്ലോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇത് ക്വസ്റ്റ്യൻസ്, ഇത് ഏറ്റവും വലിയ മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയോ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, 30th ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഇതോടെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ 30th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞേ. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഒബ്സ്ട്രക്ട്സ് ദ എഫക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു കാര്യം മറ്റുള്ള ആളുടെ, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള ആളുടെ അടുത്തോട്ട് എത്തുന്നില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളിത് എന്തായാലും പഠിക്കണം കേട്ടോ. എ, സെമാൻറ്റിക് ബാരിയർ, ബി, psychological barrier, C, organizational barrier, D, personal barrier. അപ്പോൾ നമുക്ക് 4 ടൈപ്സ് ഓഫ് എന്തെന്ന് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് നമുക്കുള്ളത്. എത്ര ടൈപ്സ് ആണ്, 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു, സെമാൻറ്റിക് ബാരിയർ. എന്തായിരുന്നു, സെമാൻറ്റിക് ബാരിയർ. These are connected with the meaning of words and symbols. Sometimes, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, sometimes the same words and symbols
understand can be understand differently by different persons. അല്ലേ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ, ആരോടെങ്കിലും പറയുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മീനിങ് ആയിരിക്കില്ല ആ ഒരു പെർട്ടിക്കുലർ വേർഡിന് ഉള്ളത്. ഇവിടെയാണ് ഡബിൾ മീനിങ് ഉള്ള വേർഡ്സ് എന്ന് പറയുന്നത്. ചിലപ്പം അതിൻ്റെ ഒറിജിനൽ മീനിങ് വേറൊന്നായിരിക്കാം, അതിൻ്റെ വേറൊരു മീനിങ് മറ്റൊന്നായിരിക്കാം. അപ്പോൾ ഇവിടെ എന്തെന്നായിരുന്നു അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? സെമാൻറ്റിക് ബാരിയറിൻ്റെ എക്സാമ്പിളാണ്. വേർഡ്സിനും സിമ്പിൾസിനും ചിലപ്പോൾ ആ ഒരു കാര്യം മാത്രമല്ല വേറൊരു എന്താ മീനിങ്ങും കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രാവിൻ്റെ സിമ്പിൾ. ഓക്കെ, പ്രാവിൻ്റെ സിമ്പിൾ അത് നമ്മൾ പ്രാവിന് വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട്, അല്ലാണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സമാധാനം, അല്ലേ? പീസ് എന്ന നിലയിൽ നമ്മൾ പീസ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ആപ്റ്റ് ഈ പ്രാവിൻ്റെ സിമ്പിൾ ഇട്ടാൽ വി നോ ദാറ്റ് ഇറ്റ് ഇസ് പീസ്, അല്ലേ? ഇനി കറുത്ത കൊടി കാണിക്കുകയാണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഓരോ സിമ്പിൾസിന് എന്തുണ്ട്? ഡബിൾ മീനിങ് ഉണ്ട്. അതാണ് എന്തിൽ വരുന്നത്? സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത എന്തായിരുന്നു? സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആക്ട്സ് ആസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇമോഷൻ ഒരു വലിയ ആസ്പെക്റ്റാണ്. നമ്മളുടെ ഇമോഷൻ എങ്ങനെയാണോ അതനുസരിച്ച് എന്താണ് ആ റിസീവറിന് അത് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, എ വറീഡ് പേഴ്സൺ കനോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വറീഡ് ആണ് അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയാണെങ്കിൽ എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ എക്സാക്ട് സംഭവം നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെന്തെന്നാ? അത് സൈക്കോളജിക്കൽ ബാരിയേഴ്സിൻ്റെ എക്സാമ്പിൾ പെടും. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്താ? ആൻ ആംഗ്രി റിസീവർ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓഫ് മെസ്സേജ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, വെൻ ടു പീപ്പിൾ ക്വാറൽ, എന്തെന്നാണ് അവർ രണ്ടിനും തല്ല് പിടിക്കുമ്പോൾ എന്തെന്നാ സെൻഡർ എന്താണോ പറയുന്നത് അതായിരിക്കില്ല റിസീവറിന് മനസ്സിലാവുന്നത്. പുള്ളിക്കാരന് ഒരാൾ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലാവുന്നതും. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് എഴുതണം? എക്സാമ്പിൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സെമാൻറ്റിക് ബാരിയർ, സെക്കൻഡ് വൺ സൈക്കോളജിക്കൽ ബാരിയർ, തേർഡ് വൺ ഓർഗനൈസേഷണൽ ബാരിയർ. എന്തായിരുന്നു? Organizational barrier. The factors related to organization structure, authority relationship, rules and regulation may sometimes act as a barrier to effective communication. ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് ഓർഗനൈസേഷൻ്റെ റൂൾസും റിലേഷൻഷിപ്സും റെഗുലേഷൻസൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ബാരിയറായിട്ട് വരും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? ഓർഗനൈസേഷണൽ ബാരിയർ. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? പേഴ്സണൽ ബാരിയർ. എന്തായിരുന്നു? പേഴ്സണൽ ബാരിയർ. The personal factors of both sender and receiver may exert influence on effective communication. ചില സമയത്ത് നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും നമുക്ക് എന്താണ് നമ്മുടെ പേഴ്സണൽ എന്താണ് ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മൂലം നമുക്കതെന്ത് നമ്മൾ അത് കേൾക്കുന്നുണ്ടാവുമ്പോൾ അത് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്തെന്നാണ്? ഇത് പേഴ്സണൽ ബാരിയേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇതെന്തെന്നായിരുന്നു ഈ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടെ 30 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഈ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും പ്രീവിയസ് ഇയറിൽ ഒരു പ്രാവശ്യം വന്നതല്ല, മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 30 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി ഇതോടെ നമ്മളപ്പോൾ നമ്മുടെ ഈ ഒരു മാസ്റ്റർ റിവിഷൻ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുൻപ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് മിസ്സിന് എന്താ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഹൗ ടു റൈറ്റ് എ ബിസിനസ് സ്റ്റഡീസ് എക്സാം. ഒരു ബിസിനസ് സ്റ്റഡീസ് എക്സാം എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചതിനേക്കാളും ഉപരി അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു, മിസ് ഇതിന് മാർക്ക് കൂടുതൽ കിട്ടാൻ എന്താ വഴി? മാർക്ക് കൂടുതൽ കിട്ടാൻ നമ്മളത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നതാണ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് അത് ടേസ്റ്റി ആണെങ്കിൽ നമുക്ക് കണ്ടാൽ കൊതിയായാൽ മാത്രമല്ല നമ്മളെടുത്ത് കഴിക്കുള്ളൂ. കാണാൻ ഭംഗിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ അത് വേണ്ട, അല്ലേ? ആദ്യം തന്നെ നമ്മൾ വേണ്ടാന്ന് പറയും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആൻസർ പേപ്പർ പ്രസൻറ്റേഷനും. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നോ അതിന് എക്സ്ട്രാ മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഓർത്താൽ മതി, ഒരു ടീച്ചർ
ടീച്ചർ ഒരു ദിവസം ചിലപ്പോൾ 50 പേപ്പേഴ്സൊക്കെ ആയിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരേപോലെ ആണെങ്കിൽ അവർ വെറുതെ നോർമൽ മാർക്സ് ഇട്ടിട്ട് പോകും അല്ലേ. പക്ഷേ നിങ്ങളുടെ പേപ്പർ ആ മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ അഡീഷണൽ മാർക്ക് എങ്ങനെ കിട്ടണമെന്ന് മിസ് പറഞ്ഞുതരാം. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, സ്പെഷ്യലി 5 മാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫോർമാറ്റ് ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, ദിസ് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അവർ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 ലൈൻ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു 2-3 ഫീച്ചേഴ്സ് അടുത്ത പാരഗ്രാഫിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അതെല്ലാം അടുത്ത പാരഗ്രാഫിൽ എഴുതാം. ഓക്കെ, ആൻഡ് ലാസ്റ്റിൽ എന്തെഴുതണം, നിങ്ങൾ എന്താണ് ഈ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളൊരു കൺക്ലൂഷൻ പോലെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ സ്പെഷ്യലി 8 മാർക്സ് 7 മാർക്സ് 15 മാർക്സ് ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് കിട്ടും. വേറാസ് ബാക്കിയുള്ളവർ നോർമലി വാട്ട് ഇട്ടേഴ്സ് എന്ന് മാത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആൻസർ വലുതായിട്ടുണ്ടാകും. ഇത് തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടൻറ്റ് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, കാരണം കണ്ടൻറ്റ് ഇല്ലെങ്കിൽ, തിയറി പേപ്പറിന് കണ്ടൻറ്റ് ഇല്ലെങ്കിൽ അവർക്ക് മാർക്ക് ഇടാൻ സാധിക്കില്ല. വേറെ അക്കൗണ്ടൻസിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ആൻസർ എഴുതിയാൽ അവിടെ ഫുൾ മാർക്സ് വീഴണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യം ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും more than 90% മാർക്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ പാർട്ട് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അത്രയും ദിവസം താങ്ക് യു ആൻഡ് ബൈ.